അയ്യോ, അങ്ങനെ നമ്മൾ ഫൈനലി എന്റെ വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞു. കൊള്ളാലോ ടെമ്പോ അണ്ണ അങ്കിൾ, നിങ്ങളുടെ ഗ്രാമം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ ടെമ്പോ അണ്ണ, ഇവിടെയുള്ള കാറ്റുണ്ടല്ലോ, അതിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ക്ലീൻ ആണ്. അതെ ട്വിങ്കിൾ, വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ ഇതിലും നല്ല സ്ഥലം വേറെ ഉണ്ടാവില്ല. താങ്ക് യു ടെമ്പോ അണ്ണ. അയ്യോ, ഞങ്ങളുടെ ഗ്രാമത്തിന്റെ കാര്യം വളരെ ഡിഫറെന്റ് ആണെന്നേ. ടോട്ടൽ വേൾഡിലെ ബെസ്റ്റ് മെക്കാനിക്സ് ഇവിടുന്നാണ് ട്രെയിനിങ് എടുക്കുന്നത്. ദേ ആ കാണുന്ന സ്കൂളില്. വരൂന്നേ, ഞാൻ നിങ്ങൾക്ക് എന്റെ സൂപ്പർ മെക്കാനിക് സ്കൂൾ കാണിച്ചു തരാം. കൊള്ളാലോ ടെമ്പോ അണ്ണ, ശരിക്കും ഒരു അടിപൊളി സ്കൂളാണല്ലോ. ഇത് സാധാരണ സ്കൂളൊന്നും അല്ല കേട്ടോ, വളരെ വളരെ അടിപൊളി സ്കൂളായത്. ആദ്യം ഞാനൊരല്പം വെള്ളം കുടിച്ചോട്ടെ. എന്റെ ദൈവമേ, ഇതെന്താ? എന്റെ ഈ വാട്ടർ ബോട്ടിലിൽ വെള്ളമില്ലാതായി പോയല്ലോ. എനിക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് ദാഹമെടുക്കുന്നു മമ്മി. അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട പേരെ. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ടെമ്പോ അണ്ണന്റെ വില്ലേജിന്റെ ഫേമസ് ഇളനീര് കുടിക്കാൻ തരാം. വാവ് ടെമ്പോ അണ്ണ, നിങ്ങൾ ശരിക്കും സൂപ്പർ കൂളാട്ടോ. കുട്ടികൾ ഇളനീര് കുടിക്കണമെങ്കിൽ അത് കട്ട് ചെയ്യണമല്ലോ. എങ്ങനെ ചെയ്യും? ടെമ്പോ അണ്ണ, നിങ്ങൾക്ക് കോക്കനട്ട്. അയ്യോ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും റിലാക്സ് ആയിട്ട് അത് കുടിക്കേ. ഞാൻ അതൊക്കെ പിന്നെ കുടിച്ചോളാമേ. കോക്കനട്ട് വാട്ടർ കുടിക്കട്ടെമ്പോ അണ്ണ, കാരണം നിനക്കിപ്പോ അതിന്റെ ആവശ്യമുണ്ടാകും. ഇഷ്ടം പോണ, നിനക്കിവിടെ ആരെങ്കിലും സഹോദരനുണ്ടോ? അയ്യോ, സഹോദരനല്ല, എന്റെ ചെറുപ്പം മുതലുള്ള ശത്രു തിരു. കൊച്ചു പ്രായത്തിൽ ഞങ്ങൾ വളരെ കോമ്പറ്റീഷനിലായിരുന്നു. ഞാൻ എപ്പോഴും മത്സരങ്ങളിൽ തിരുവിനെ തോൽപ്പിച്ചു കളയുമായിരുന്നു. ടെമ്പോ, എന്തായാലും നീ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി, കാരണം എനിക്കിപ്പോൾ നിന്നെ തോൽപ്പിക്കാനുള്ള സമയമായി. അയ്യോ, നീ ഇനി ഒട്ടും മാറിയിട്ടില്ലല്ലോ തിരു. അതെ, ഞാനൊട്ടും മാറിയിട്ടില്ല, കാരണം എന്റെ തോൽവികൾക്ക് ഞാൻ പകരം ചോദിച്ചേ പറ്റൂ. അയ്യോ തിരു, അതൊക്കെ കഴിഞ്ഞ കാലമല്ലേ. നീ എന്തിനെപ്പോഴും വഴക്കിടാൻ വരുന്നേ? അതെ, എനിക്കത് പ്രൂവ് ചെയ്തേ പറ്റൂ. നീയല്ല, ഈ ഞാൻ തിരു വേൾഡിലെ ഗ്രേറ്റസ്റ്റ് മെക്കാനിക് ആണെന്ന് തെളിയിക്കണം. ശരിക്കും പറഞ്ഞാലേ വേൾഡ് ബെസ്റ്റ്, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 മെക്കാനിക്കിന്റെ ബോസ് തിരു തലൈവ. അയ്യോ അയ്യോ, നീ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നീ ഇപ്പോഴും വേൾഡിലെ ബെസ്റ്റ് മെക്കാനിക് തോൽപ്പിക്കാൻ ആയിട്ടില്ല മോനെ. അക്കാര്യത്തിൽ നമ്പർ 1 ഞാൻ തന്നെയാ. അതുകൊണ്ടാ പറയുന്നത്, നീ തലൈവ, അതായത് ബോസ് അല്ല, സാധാരണ തിരുവാണ്. ആ
എനിക്കൊരാഴ്ചത്തേക്ക് ആവശ്യമുള്ള കോക്കനറ്റ് മൊത്തം കിട്ടിയിട്ടുണ്ടല്ലോ. വാവ്, താങ്ക്സ് ടെമ്പോ അണ്ണാ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ കഴിഞ്ഞതൊക്കെ മറന്നിട്ട് വലിയവരെ പോലെ മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടതാണെന്നാ. അതെ, നീ തിരുവിനെ ഇൻസൾട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി തിരു നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാതെ വിടില്ല. ഗ്രേറ്റ് ജോബ് ടെമ്പോ അണ്ണ. ഇന്ന് നിങ്ങളൊരു കാര്യം തെളിയിച്ചിരിക്കുക. നിങ്ങളാണ് ബെസ്റ്റ് മെക്കാനിക് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആ, സാധാരണ ബെസ്റ്റ് അല്ല, ബെസ്റ്റിനെക്കാളും ബെസ്റ്റ്. ബെസ്റ്റ് ബെസ്റ്റ്. നിന്റെ ഈ ഹാബിറ്റ് ഒക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്ക്. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എന്റെ ഈ സ്പാനേഴ്സിന്റെ ടാർഗറ്റ് വേറെ ആയിരിക്കും. ശരി, പക്ഷെ ഒരു ദിവസം ഞാൻ നിന്നെ തീർച്ചയായും തോൽപ്പിച്ചിരിക്കും. നിങ്ങളെ എല്ലാവരെയും ഒരു കൈ നോക്കാതെ വിടില്ല ഞാൻ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ്, ഈ തിരുത്തലൈവ മാത്രമാണ് ഈസ് ദ ബെസ്റ്റ്. ഓ അയ്യോ, വെറുതെ കിടന്ന് ടെൻഷൻ ആവണ്ടടാ. ഇതുവരെ തിരു ഒന്നും ചെയ്തിട്ടില്ലെന്നേ. ഇനിയും അവൻ ഒന്നും ചെയ്യില്ല. നമുക്ക് പിക്നിക് എൻജോയ് ചെയ്യാൻ പോവാം. വരൂന്നേ. നിങ്ങളുടെ ഇവിടുത്തെ ഗ്രാമത്തിലെ കുളത്തിൽ കുളിക്കാൻ നല്ല രസമായിരുന്നു ടെമ്പോ അണ്ണ. അതെ കീക്കോ, അതിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ awesome. ഈഷ്, എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും എന്റെ ഗ്രാമത്തിലെ കുളത്തിലേക്ക് വരൂ. അത് അത്രയ്ക്ക് വലുതാണ്. ജനങ്ങൾ അതിന് കുളമെന്നല്ല കടലെന്നാണ് പറയുന്നത്. കാര്യായിട്ട് പറയാണോ അങ്കിൾ? ആ, അല്ല പിന്നെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ തക്കാളി വന്ന് വീഴട്ടെ. അയ്യോ, വീണ്ടും നാം പഴയതുപോലെ പച്ച കള്ളം പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണല്ലേ. അയ്യോ, എന്റെ പി സുജാത. അയ്യോ, എന്റെ പി സുജാത, എന്റെ പൊന്നു മോള്. അവളിത് എങ്ങോട്ടാ പോയത്? സുജാത, പ്ലീസ് കരയാതിരിക്കൂ ടെമ്പോ അണ്ണ. നമുക്ക് പി സുജാതയെ തേടി കണ്ടെത്താം. അയ്യോ, ഇതെന്റെ പി സുജാതയുടെ മിറർ ആണല്ലോ. ഇതിന് എന്താ പറ്റിയത്? കിക്കോ, ആ ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എനിക്ക് ഈ സസ്പെൻസ് ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല. വേഗം പറയൂ. തിരു അങ്കിൾ പി സുജാതയെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയിരിക്കുക. അയ്യോ, ആ തിരു എന്റെ മോളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയെന്നോ? ഇനി ഞാൻ അവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. ടെമ്പോ അണ്ണ, കത്തിൽ അയാൾ വേറെ ചില കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതിലയാൾ എഴുതിയിരിക്കുക, അഥവാ ടെമ്പോ അണ്ണയ്ക്ക് തന്റെ പി സുജാതയെ പഴയതുപോലെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ കറുത്ത മലയുടെ അടിവാരത്തിൽ 1 മണിക്കൂറിനുള്ളിൽ വന്ന് സ്പാനറും ബെൽറ്റും ഊരി വെക്കണം. പിന്നെ ലൈഫിൽ ഒരിക്കലും ഒരു കാറും റിപ്പയർ ചെയ്യരുതെന്നാ എഴുതിയിരിക്കുന്നത്. ഇത് മൊത്തം നോൺസെൻസ് ആണ്. അതെ അതെ മേയർ അങ്കിൾ, ഇതിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ റിഡിക്യുലസ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് തിരു തലൈവ എന്നാണ്. അയ്യോ, ഞാൻ ഈ സ്പാനറും ബെൽറ്റും ഊരി വെച്ചേക്കാം. വേറൊരു കാര്യം കൂടി സമ്മതിച്ചേക്കാം. തിരുവാണ് എല്ലാവർക്കും ബോസ് എന്ന്. തിരു തലൈവനാണ്. പക്ഷേ ടെമ്പോ അണ്ണ, അല്ല കീക്കോ, ഞാൻ ചെയ്ത എന്റെ തെറ്റ് കാരണം എന്റെ പൂ പോലെയുള്ള മോളെ തിരു എടുത്തോണ്ട് പോയില്ലേ. എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ടെമ്പോ അണ്ണ അങ്കിൾ, നിങ്ങൾ എങ്ങനെ തോറ്റു പിന്മാറുന്നത്? നിങ്ങൾ റൈറ്റ് അല്ലേ? അയ്യോ, അങ്ങനെയല്ല കീക്കോ. ഞാനിപ്പോ ഒരു കാര്യം തീരുമാനിച്ചു. ഞാനിപ്പോ റിട്ടയർഡ് ആവാൻ പോവാ. ടെമ്പോ അണ്ണ, ഇനി ഞാനല്ല സൂപ്പർ സ്പീഡോ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
സൂപ്പർ സ്പീഡോ, ടെമ്പോ അണ്ണയുടെ പി സുജാതയെ തിരു എന്നൊരാൾ കടത്തിക്കൊണ്ടു പോയിരിക്കുക. പിന്നെ ടെമ്പോ അണ്ണ അവന്റെ തെറ്റായ ആവശ്യം സ്വീകരിച്ച് റിട്ടയർ ആവാൻ തീരുമാനിച്ചു. എന്ത്? പി സുജാതയോ? നോ. ടെമ്പോ അണ്ണ, നിങ്ങളുടെ മനസ്സിൽ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പി സുജാത എന്റെയും അനിയത്തിയാണ്. എന്റെ സഹോദരിയെ ഞാൻ നല്ലപോലെ രക്ഷിച്ച് അവളുടെ ഈ ചേട്ടൻ തിരിച്ചു കൊണ്ടുവരും. എന്നെ വിശ്വസിക്കൂ. അതേ ടെമ്പോ അണ്ണ, ഞാനും സൂപ്പർ സ്പീഡോയും ഒരുമിച്ച് പി സുജാതയെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ദയവേത് അണ്ണൻ തോൽവി സമ്മതിക്കരുത്. അയ്യോ, പക്ഷെ അത് എങ്ങനെ ചെയ്യും? ആ കാര്യം ഞങ്ങൾക്ക് വിട്ടേക്കൂ. അതേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇന്നല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന്. കണ്ടോ, ഞാൻ നിന്നെ ബീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ഞാൻ ബെസ്റ്റ് അല്ല, ബെസ്റ്റിന് മുകളിലുള്ള ബെസ്റ്റ് ആണ്. ഇന്നു മുതൽ ഞാൻ തിരുവല്ല, തിരു തലൈവനാണ്. അയ്യോ, അത് ശരി തിരു തലൈവാ. നീ സുജാതയെ ദയവേത് റിട്ടേൺ ചെയ്തേക്ക്. തീർച്ചയായും. ഒരല്പനേരം നിന്റെ മൈൻഡ് ഒന്ന് യൂസ് ചെയ്യേ, എന്നിട്ട് പി സുജാതയെ ഫൈൻഡ് ചെയ്തോ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, പിന്നെ വെസ്റ്റ്. തിരു തലൈവൻ മാത്രമാണ് ഇന്നും ബെസ്റ്റ്. തിരു തലൈവ, പി സുജാതയെ അടിച്ചു മാറ്റി നീ വളരെ വലിയ തെറ്റാ ചെയ്തത്. അവളെ തിരിച്ചു തന്നേക്ക, എന്നിട്ട് നിന്റെ റോങ്ങിനെ റൈറ്റ് ആക്ക. തീർച്ചയായും. തിരു തലൈവനെ വഴിമറിച്ചു നിൽക്കുന്നത് നീ ചെയ്ത ആദ്യത്തെ തെറ്റ്. ഇപ്പോൾ തിരു നിന്നെ എടുത്തിട്ട് പെരുമാറാൻ പോവുകയാണ്. സൂപ്പർ സ്പീഡോ, തിരു തലൈവയെ ശരിക്കൊരു പാഠം പഠിപ്പിക്കേണ്ട സമയമായിന്നാ തോന്നുന്നേ. തീർച്ചയായും കിക്കോ, ലെറ്റ്സ് ഗോ. കണ്ടോ, എന്റെ ടൈഗർ എന്ന നെറ്റ് ബോൾട്ടും നിന്നെ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ ഫൈറ്റ് ചെയ്തൊന്ന് കാണിക്കേ. സൂപ്പർ സ്പീഡോ, വാ നമുക്ക് അവനെ തോൽപ്പിക്കാം. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 38. ഓക്കെ ബ്രോ. കണ്ടോ, നീ അയച്ച മിസൈലിനെ ഞാൻ പീസ് ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് സൂപ്പർ സ്പീഡോ, നീയും ഇപ്പോൾ വഴിമാറി നിൽക്ക്. സൂപ്പർ സ്പീഡോ, ഇത് റിസ്ക് ആണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ പ്ലാൻ എക്സ് ലോഞ്ച് ചെയ്തേ പറ്റൂ, വേറെ ഒരു വഴിയില്ല. ഓക്കെ കിക്കോ, നീ പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തേക്കാം. പ്ലാൻ എക്സ് നൗ. ഓക്കെ.
സൂപ്പർ സ്പീഡോ ഫോർമുല. അയ്യോ 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 എന്റെ മോള്. സൂപ്പർ സ്പീഡോ. തലൈവാ, നീ ഇതുവരെ ഞങ്ങളെ ഒരുപാട് കളിപ്പിച്ചു. ഇനി ഞാൻ നിന്നെ. അയ്യോ വേണ്ട കീക്കോ, നീ എന്തിനാ റിസ്ക് എടുക്കുന്നത്? അവനെ പാഠം പഠിപ്പിക്കുന്ന കാര്യം നീ എനിക്ക് വിട്ടു തന്നേക്ക്. നോക്കാം, നിങ്ങൾ രണ്ടുപേർക്കും പി സുജാത പിന്നെ ഈ സൂപ്പർ സ്പീഡോയിനോടും ഭയങ്കര സ്നേഹമാണല്ലേ? നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, തിരു തലൈവ ഈസ് ദ ബെസ്റ്റ്. സൂപ്പർ സ്പീഡോ അപ്ലൈ ചെയ്യൂ ഫോർമുല നമ്പർ 444. ഓക്കെ മാഡി. അത് ശരി, ഈ തിരുത്തലൈവ നിങ്ങൾ ആരെയും വെറുതെ വിട്ടു വയ്ക്കില്ല. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, തിരുത്തലൈവ ഈസ് ദ ബെസ്റ്റ്. ഇനിയിപ്പോ ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്നാ തോന്നുന്നേ.
ഈഷ്, അവിടെയല്ലേ അവർ മോഷ്ടിച്ചത്? പിന്നെ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? സംഭവം നടന്നതിന്റെ ട്രേസ് വെച്ച് ആദ്യം ചില കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈഷ്, എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം പ്രയർ ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാ. ഈഷ്, ഇവനല്ലേ ആ കള്ളൻ? ഏത് വില്ലനായാലും കറങ്ങി തിരിഞ്ഞ അവസാനം എന്റെ കാൽക്കലിൽ തന്നെ വന്ന് വീഴും. ഓഹോ. അതെ, എന്ന് വെച്ചാൽ സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. അല്ല ടെമ്പോ അണ്ണ, നിങ്ങൾക്കറിയാമായിരുന്നില്ലേ പി സുജാത മലയിൽ നിന്ന് താഴേക്ക് വീഴുമെന്ന്? അയ്യോ, വേറെ വഴിയില്ലാതെ ഞാൻ റിസ്ക് എടുക്കേണ്ടി വന്നു. എടുത്ത റിസ്ക് പേ ഓഫ് ചെയ്തില്ലേ? ആ യെസ് സൂപ്പർ സ്പീഡോ, എനിക്കറിയാമായിരുന്നു നീ നിന്റെ സിസ്റ്ററിനെ തീർച്ചയായിട്ടും രക്ഷിക്കുമെന്ന്. ആ യെസ് സൂപ്പർ സ്പീഡോ, ഈ ടോട്ടൽ വിക്ടറിയുടെ വിന്നർ നീ തന്നെയാണ്. അയ്യോ, ഈ സന്തോഷം ആഘോഷിക്കാനായിട്ട് ഞാൻ നിനക്ക് ബെസ്റ്റ് പോളിഷ് തന്നേക്കാം. പിന്നെ സൂപ്പർ സ്പീഡോ, സൺസിറ്റിയിൽ അടിപൊളിയായിട്ട് മിന്നി തിളങ്ങും. സൂപ്പർ.